ശ്രീകാര്യത്താണ് താമസിക്കുന്നത്. ഞാൻ IT-യിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ടെക്നോ പാർക്കിലാണ്. അലിയാൻസ് എന്ന് പറയുന്നൊരു കമ്പനിയാണ്. ഞങ്ങൾക്കൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ മണിക്കൂറുകൾക്ക് ഭയങ്കര വിലയുള്ള ഒരു വിഷയമുണ്ട്. കാരണം ഞങ്ങളെ മണിക്കൂറുകൾ ഇങ്ങനെ അളന്ന് കുറിച്ചാണ് ഞങ്ങൾക്ക് ഓരോ വർക്കുകൾ ഡിസൈഡ് ചെയ്യുന്നതും അതിനാണ് പൈസയും. ഇങ്ങനെയൊക്കെയാണ് ഒരു ടൈറ്റ് ലൈഫാണ് നമ്മുടെ ഓരോ മണിക്കൂറും. അപ്പോൾ നമുക്ക് ഒരിടത്തും ഒന്നും എത്താൻ പറ്റാത്ത ഒരവസ്ഥയിൽ, ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ എന്നിൽ ശ്രദ്ധിച്ചൊരു കാര്യം, ഓർമ്മകൾ ചെറുതായിട്ട് പതുക്കെ പോകുന്നു. ഇപ്പോൾ കുട്ടിയെ കൊണ്ടുവിടുമ്പോൾ ചോറ് കൊടുക്കാൻ മറന്നു പോകും. ഇങ്ങനെയുള്ള ഓർമ്മകൾ നഷ്ടപ്പെടുന്നുണ്ട്. എഴുതി തീർക്കാൻ പറ്റുന്നില്ല. കുറേ ഡ്രാഫ്റ്റുകളുണ്ട്, പക്ഷെ ഒന്നും കംപ്ലീറ്റ് ആകില്ല. അങ്ങനെ ഞാൻ രാജേഷ് മാഷിനെ ഒരു ദിവസം വന്ന് കണ്ടു. ഈ കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു 1.5 മണിക്കൂർ നമ്മൾ സംസാരിച്ചിട്ടുണ്ടാകും. അത് മാഷിനോട് പറഞ്ഞായിരുന്നു, ഒരു 29-30 ഇങ്ങനൊരു വർക്ക്ഷോപ്പ് നടക്കുന്നു. അത് ഞാൻ പറഞ്ഞു. ആ കാര്യം പിന്നെ എൻ്റെ ഓർമ്മയിൽ പോലും ഇല്ലായിരുന്നു. മാഷിനെ വിളിക്കുമ്പോൾ ഞാൻ ടൈറ്റ് ഷെഡ്യൂളിനകത്താണ് ഇരിക്കുന്നത്. ഈ ശനിയും ഞായറും ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നിടത്താണ് മാഷിനോട് രണ്ടാമത് പറയുന്നത്, നീ വന്നേ പറ്റൂ. അതിനൊരു ബിഗ് സല്യൂട്ട് മാഷെ, എന്നെ വലിച്ചകത്തായി. അവിടെ നിന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ, അലിമാഷിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ മാഷ മൊത്തത്തിൽ പൊട്ടിച്ചടുക്കി. നമ്മൾ ഈ ആൾക്കാരെ അങ്ങ് മാറ്റി. 2 ദിവസം എൻ്റെ ഫോണിനെ പറ്റി ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എൻ്റെ കോളുകളെ പറ്റി ഞാൻ അത് വേറൊരു വശമാണെങ്കിലും ബേസിക്കലി അതിനകത്ത് എന്ത് സംഭവിക്കുന്നൊന്നോ, വീട്ടിലുള്ളവർ എനിക്കിന്ന് നാട്ടിൽ നിന്ന് ഇങ്ങ് കൊണ്ടുവരാനുള്ളവർ ഞാൻ ടാക്സിക്ക് ആക്കിയിട്ടാണ് ഞാൻ വരുന്നത്. അമ്മാതിരി നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്തേ പറ്റൂ എന്നുള്ള ഒരു ലെവലിലോട്ട് എത്തിച്ചു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ ഓർമ്മയുടെ പ്രശ്നം, പലതും മറന്നു പോകുന്നുള്ള എനിക്കിന്നൊരു ഹോപ്പ് ഉണ്ടായിരിക്കണത്, ഒരു ഡയലോഗ് ഇവിടെ വന്ന് പെർഫോം ചെയ്ത് പറയാൻ പറ്റി, അതും വേറൊരു വേഷത്തിൽ. സോ ഒരു പുതിയൊരു തിരിച്ചുവരവായിരിക്കും. എൻ്റെ ഓർമ്മ തിരിച്ചു വരുന്നുണ്ടാവും. പക്ഷേ അതെനിക്ക് കറക്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓർമ്മകളെ തിരിച്ചു കൊണ്ടുവരണം. പഴയ പല കാര്യങ്ങളും മറന്നു പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അപ്പനോട് സംസാരിച്ചപ്പോൾ ഞാൻ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. എത്ര എണ്ണം ചെയ്തു എനിക്ക് മറന്നു. അപ്പോൾ അതുപോലും കളക്ട് ചെയ്യാൻ പറ്റാത്തൊരു ലെവൽ എന്ന് വെച്ചാൽ മറന്നു പോയി എന്നല്ല, പെട്ടെന്ന് കിട്ടണം, ഒരുപാട് ആലോചിക്കേണ്ടി വരും. അങ്ങനെ അതിൽ നിന്ന് ഒരു ഡയലോഗൊക്കെ അകത്ത് കയറും. അതും തെറ്റി കേട്ടോ, അത് പറഞ്ഞപ്പോഴും തെറ്റി. ബട്ട് താങ്ക് യു വെരി മച്ച്. ബിഗ് ഹഗ്.